ഈ കേസ് ഒരു ആത്മഹത്യയെ മാത്രമായിട്ട് ഒതുക്കാൻ കഴിയില്ല. ഇതിൽ ദുരൂഹമായ കുറെ കാര്യങ്ങൾ കിടക്കുന്നു. തീർച്ചയായും ഇതിനകത്ത് ഒരു കൊലപാതക സാധ്യത നിലനിൽക്കുന്നുണ്ട്. ശശീന്ദ്രന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് പോലീസ് സർജനെ വിളിച്ചു. അത് താങ്കൾക്ക് വേണ്ടിയാണെന്നൊക്കെയുള്ള ആരോപണം. എനിക്ക് വേണ്ടി ആരെങ്കിലും ബന്ധപ്പെട്ടതായി അന്നത്തെ പോലീസ് സർജൻ ഡോക്ടർ പി ബി ഗുജറാൽ മൊഴി നൽകിയിട്ടുമില്ല. മറിച്ച് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ബന്ധപ്പെട്ടതായി അദ്ദേഹത്തിന്റെ മൊഴിയിൽ പറയുന്നുണ്ട്. കത്തിയെടുത്ത് കുത്തിയവൻ അവര് സാക്ഷികളാകുകയും കത്തിയെടുത്ത് കുത്തട എന്ന് പറഞ്ഞവൻ പ്രതിയാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അവരതിനെ പ്രേരിപ്പിച്ച ഞാൻ മുഖ്യ പ്രതി, ഒരേ ഒരു പ്രതിയും കത്തിയെടുത്ത് കുത്തുകയും അല്ലെങ്കിൽ പീഡിപ്പിക്കുകയും നേരിട്ട് ദ്രോഹിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ മാപ്പ് സാക്ഷികളുമായ ഒരു വിചിത്രമായ ഒരു ചിത്രം ഈ കുറ്റപത്രത്തിലുണ്ട്. എനിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്, നിരവധി മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനോട് ശത്രുത തോന്നാൻ ഇടയാക്കിയ കാരണം. വി എം രാധാകൃഷ്ണൻ എന്ന വ്യവസായിയുടെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിമുഖം നമ്മൾ തുടരുകയാണ്. തുടർന്ന് അങ്ങോട്ട് ശശീന്ദ്രൻ വധക്കേസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹം ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങൾ, പിന്നെ കേരള രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിൻ്റെ റോൾ തുടങ്ങിയ വിവിധ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അതിനു മുമ്പ് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ വിജിലൻസ് കേസുകൾ മുഴുവൻ വ്യാജമാണെന്ന് പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മലബാർ സിമൻസിലെ വിജിലൻസ് കേസ് സംബന്ധിച്ച് കോടതിയിൽ അത് ക്യാഷ് ചെയ്യാൻ പോവാത്തത്? മലബാർ സിമൻസ് കേസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞ്, എനിക്കെതിരുള്ള ഒരു കേസിലും കേസിൻ്റെ വിചാരണ തടസ്സപ്പെടുത്താനോ കേസിൻ്റെ വിചാരണ വരാതിരിക്കാൻ അല്ലെങ്കിൽ വിചാരണ തടസ്സപ്പെടുത്താൻ നീട്ടിവെപ്പിക്കാൻ വേണ്ടി ഒരു കോടതിയെയും ഞാൻ ഒരു ഘട്ടത്തിലും സമീപിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് വിചാരണകൾ പൂർത്തിയാക്കി കുറ്റവിമുക്തനാകണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ രാധാകൃഷ്ണൻ തുപ്പിയാലും ഒക്കെ വാർത്തയാകുന്ന ഈ ലോകത്ത് ഞാൻ എൻ്റെ കേസുകൾ എത്രയും പെട്ടെന്ന് പരിഗണിച്ച് തീർപ്പ് കൽപ്പിച്ച് തരണം എന്നുള്ള ഒരാവശ്യവുമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുക എന്നൊന്ന് സങ്കല്പിക്കുക. ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം അതൊരു വാർത്തയാണ്. എൻ്റെ പെറ്റീഷൻ ഫയൽ ചെയ്ത ഉടനെ അതൊരു വാർത്തയായി മാറി. രാധാകൃഷ്ണൻ കോടതിയെ സമീപിക്കുന്നു, രാധാകൃഷ്ണൻ്റെ കേസുകളിൽ പെട്ടെന്ന് തീർപ്പാക്കണം എന്ന് പറഞ്ഞ് സമീപിക്കുന്നു. കോടതി വേണമെങ്കിൽ പിറ്റേന്ന് ഈ കേസിൻ്റെ വാദം കേൾക്കുമ്പോൾ കോടതി വേണമെങ്കിൽ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ വാദത്തിൻ്റെ വേളയിൽ ഉന്നയിക്കാം. എന്തു പറയാം, എന്താ തനിക്ക് കൊമ്പുണ്ടോ, രാധാകൃഷ്ണൻ്റെ കേസുകൾ മാത്രം ഇത്ര പെട്ടെന്ന് തീർപ്പാക്കണമെന്ന് ആവശ്യപ്പെടാൻ തനിക്ക് എന്താ അവകാശം? ഒരു കുറ്റാരോപിതനും തൻ്റെ കേസ് ഇത്ര ദിവസം കൊണ്ട് തീർക്കണമെന്ന് പറയാൻ ഉള്ള അവകാശമില്ല. താൻ കോടതിയുടെ വിലപ്പെട്ട സമയം ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്, അതിനെതിരെ ശിക്ഷാ നടപടിയായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നിരീക്ഷണം നാളെ എനിക്കെതിരെ നടത്തില്ല എന്ന് എന്താ ഉറപ്പ്? അപ്പം ഞാൻ വടി കൊടുത്ത് അടി പഠിക്കാനോ കാശ് കൊടുത്ത് കടിക്കുന്ന നായനെ പഠിക്കാനോ തയ്യാറില്ല. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് എൻ്റെ കേസുകൾ വ്യാജമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്നും നല്ല ബോധ്യമുണ്ടെങ്കിലും ഇത് കോഷ് ചെയ്ത് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോടതിയെയും ഞാൻ സമീപിച്ചിട്ടില്ല. ഇത് വെച്ച് താമസിപ്പിക്കാനോ അതുവഴി ഞാൻ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണം എന്ന് കരുതിയുള്ള ഒരു നീക്കവും ഞാൻ ഇന്നേ വരെ ഒരു കോടതി മുൻപാകെയും നടത്തിയിട്ടില്ല. താങ്കൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണമായിരുന്നു മലബാർ സിമൻസിലെ മുൻ കമ്പനി സെക്രട്ടറിയായ ശശീന്ദ്രൻ്റെയും അദ്ദേഹത്തിൻ്റെ മക്കളുടെയും ദുരൂഹമരണം. അത് അത്ര നിസ്സാരമായൊരു കാര്യമാണോ? കാരണം അതിൽ രണ്ട് സാക്ഷിമൊഴികളുണ്ട്, രണ്ടുപേർ പിന്നീട് കൂറുമാറുകയുണ്ടായി. മാത്രമല്ല, ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്നുള്ളൊരു വകുപ്പാണ് താങ്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? മലബാർ സിമൻസിൻ്റെ മുൻ കമ്പനി സെക്രട്ടറി ശശീന്ദ്രനും അദ്ദേഹത്തിൻ്റെ 2 കുഞ്ഞുങ്ങളും ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടതിൻ്റെ, ഞാനതങ്ങനെ പറയുന്നതിന് കാരണം ആത്മഹത്യയാണെന്നുള്ള CBIയുടെ 3ാമത്തെ കുറ്റപത്രം, ആ കുറ്റപത്രത്തെയും ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന്
പരേതനായ ശശീന്ദ്രൻ്റെ സഹോദരൻ്റെ പ്രസ്താവനകൾ പത്രത്തിലും അതുപോലെ ചാനലുകളിലൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ അത് മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്, മനസ്സിൽ ഓർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. അത് പരിഗണനയിലിരിക്കുകയാണ്. വളരെ പരിമിതമായി ഒരു വിചാരണയിലിരിക്കുന്ന അല്ലെങ്കിൽ വിചാരണ ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കേസിൽ ഇവരുടെ ദുരൂഹമരണങ്ങളെക്കുറിച്ച് പരാമർശിക്കാൻ ചില പരിമിതികൾ എനിക്കുണ്ട്. എന്നാൽ പോലും ആ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അറിവുള്ളത് അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങൾ പറയുന്നതിന് എനിക്ക് തടസ്സമില്ല. താങ്കൾ അദ്ദേഹത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ദുരൂഹ മരണം വളരെ ദുഃഖകരമാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത് കൊലപാതകമായാലും ആത്മഹത്യയായാലും ആ കാര്യത്തിൽ നീതിപൂർവമായ അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളോ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഇത്തരത്തിൽ ഒരു മരണം ഏറ്റുവാങ്ങേണ്ട ആളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം കമ്പനിയോട് കൂറുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അത്തരം ഒരാൾ അങ്ങനെ മരണപ്പെടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു അന്വേഷണവും കൃത്യമായ പ്രോസിക്യൂഷനും നടക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ശശീന്ദ്രനുമായുള്ള താങ്കളുടെ ബന്ധം എങ്ങനെയായിരുന്നു? എത്ര കാലത്തെ പരിചയമുണ്ട്? ഈ പറയുന്ന എന്തെങ്കിലുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ അദ്ദേഹവുമായി ഉണ്ടായിട്ടുണ്ടോ? ശ്രീ ശശീന്ദ്രന് എനിക്ക് ദീർഘകാലം അറിയാമായിരുന്നു. ഞാൻ കമ്പനിയിൽ പോകുന്ന സന്ദർഭത്തിലൊക്കെ അദ്ദേഹത്തെ പരിചയമുണ്ട്. ഞാൻ കമ്പനി സെക്രട്ടറി എന്നുള്ള നിലക്ക് അദ്ദേഹവുമായിട്ട് ഇടപഴകേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. വളരെ പരിമിതമായേ ഞാൻ കമ്പനിയിൽ പോയിട്ടുള്ളൂ. ആ പോയ സന്ദർഭത്തിലൊക്കെ എനിക്കറിയാം. എന്നെ വളരെ താല്പര്യമായിരുന്നു. എൻ്റെ ഓഫീസിൽ വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കുടുംബപരമായ കാര്യങ്ങൾ പോലും എന്നോട് പങ്കുവെക്കാറുണ്ട്. വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം എന്നോട് പെരുമാറിയിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പരേതനായ ശശീന്ദ്രൻ. അദ്ദേഹവും ഞാനുമായി ശത്രുതയുണ്ട് അല്ലെങ്കിൽ ശത്രുത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരണങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ ഞാൻ സമ്മർദ്ദം ചെലുത്തിയത് എന്ന രൂപത്തിലാണ് കുറ്റപത്രങ്ങളും മാധ്യമ പ്രചാരണങ്ങളൊക്കെ എൻ്റെ ശത്രുക്കളൊക്കെ പ്രചരിപ്പിക്കുന്ന. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കൊല ചെയ്തു എന്ന് വരെ മാധ്യമങ്ങൾ അന്ന് മുതൽക്ക് ഇന്ന് വരെ പ്രചാരണം കൊടുക്കുന്നുണ്ട്, ചാനലുകളും കൊടുക്കുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തിനോട് വിരോധം തോന്നാനുണ്ടായ പ്രധാന കാരണം അല്ലെങ്കിൽ മുഖ്യ കാരണം അല്ലെങ്കിൽ ഒരൊറ്റ കാരണം എന്ന് സകലരാലും പറയുന്ന കാര്യം, എനിക്കെതിരെയുള്ള വിജിലൻസ് കേസുകളിൽ പരേതനായ ശ്രീ ശശീന്ദ്രൻ എനിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്, നിരവധി മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനോട് ശത്രുത തോന്നാൻ ഇടയാക്കിയ കാരണം എന്നാണ് അന്വേഷക സംഘം, മാധ്യമങ്ങൾ, ശത്രുക്കളൊക്കെ പ്രചരിപ്പിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞോട്ടെ. ശ്രീ ശശീന്ദ്രൻ വിജിലൻസ് അന്വേഷക സംഘം മുൻപാകെ നിരവധി മൊഴികൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പോട് കൂടിയിട്ട് നിരവധി സാക്ഷിമൊഴികൾ നൽകിയിട്ടുണ്ട്. ഈ സാക്ഷിമൊഴികളിൽ ഒന്നിൽ പോലും VM രാധാകൃഷ്ണൻ എന്ന എന്നെക്കുറിച്ച് ഒരു കറുത്ത വാക്ക്, ദുസൂചന നൽകുന്ന ഒരു വാക്ക്, മോശപ്പെട്ട ഒരു പരാമർശം, ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ അതെങ്ങനെ താങ്കൾ പറയുമെന്നല്ലേ ചോദ്യം. അദ്ദേഹം വിജിലൻസിന് കൊടുത്ത സകല മൊഴികളും കുറ്റപത്രങ്ങളോടൊപ്പം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുകയും അതുവഴി എനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ സാക്ഷിമൊഴികളുടെ, അതായത് പരേതനായ ശശീന്ദ്രൻ്റെ എല്ലാ മൊഴികളും ഞാൻ CBIയുടെ അന്വേഷക സംഘം മുൻപാകെ നേരിട്ടെത്തിച്ച് റസീതി വാങ്ങിയിട്ടുള്ളതാണ്. ആ ഒരൊറ്റ മൊഴിയിൽ പോലും പരേതനായ ശശീന്ദ്രൻ എനിക്കെതിരെ ഒരു വാക്ക് ഉന്നയിച്ചിട്ടില്ല, ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല, തെറ്റായ പരാമർശം നടത്തിയിട്ടില്ല, ദുസ്സൂചന നടത്തിയിട്ടില്ല, അപമാനിക്കത്തക്ക രൂപത്തിലൊന്നും പറഞ്ഞിട്ടില്ല, വേണ്ടാധീനം പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്നെക്കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി മറ്റൊന്നുകൂടി പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പരേതനായ പിതാവ്
വേലായുധൻ മാസ്റ്റർ CBI മുൻപാകെ നൽകിയ മൊഴി അത് കുറ്റപത്രത്തോടൊപ്പം സമർപ്പിക്കുകയും അതിൻ്റെ പകർപ്പ് എനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അന്വേഷക സംഘം, താങ്കളോട് എന്തെങ്കിലും ശ്രീ ശശീന്ദ്രൻ രാധാകൃഷ്ണൻ ഭീഷണിപ്പെടുത്തിയതായിട്ടോ രാധാകൃഷ്ണൻ എന്നൊരു വ്യക്തിയെക്കുറിച്ച് പരാമർശം നടത്തുകയോ ഉണ്ടായിട്ടുണ്ടോ? അതിന് പരേതനായ ശശീന്ദ്രൻ്റെ പിതാവ് പറഞ്ഞ മറുപടി, അങ്ങനെ ഒരു പേരും എന്നോട് പരാമർശിച്ചിട്ടില്ല, അങ്ങനെ ഒരു ഭീഷണിയെക്കുറിച്ചും എന്നോട് ഒരിക്കൽ പോലും പരാമർശം നടത്തിയിട്ടില്ല എന്നാണ് പരേതനായ വേലായുധൻ മാസ്റ്റർ CBI അന്വേഷക സംഘത്തിന് മുൻപാകെ മൊഴി നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചിത്രയേ ഉള്ളൂ, എനിക്ക് അദ്ദേഹത്തിനോട് വിരോധം തോന്നാൻ മാത്രം മൊഴികൾ വിജിലൻസ് മുൻപാകെ ശ്രീ ശശീന്ദ്രൻ നൽകി എന്ന വ്യാപകമായ പ്രചാരണവും ആരോപണവും ഒരു മൊഴി പോലും അങ്ങനെ നൽകിയതായിട്ട് ഒരു രേഖ CBI കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിട്ടില്ല എന്നത് മാത്രമല്ല, വിജിലൻസ് മുൻപാകെ നൽകിയ മൊഴികളെക്കുറിച്ച് നിശബ്ദമാണ്, മറച്ചു വെച്ചിരിക്കുകയാണ്. എന്താ കാരണം? ഈ മൊഴികൾ മുഴുവൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്താൽ, ഹാജരാക്കിയാൽ എനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം അവിടെ ഉന്നയിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് അതവർ മറച്ചു വെച്ചിരിക്കുകയാണ്. വളരെ ബുദ്ധിപൂർവം ആ മൊഴികളൊന്നും തന്നെ കോടതി മുൻപാകെ ഹാജരാക്കിയിട്ടില്ല. അതുപോലെ തന്നെ അന്നത്തെ കാലത്തുണ്ടായ ചില പത്രവാർത്തകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിൽ പറയുന്നത്, ശശീന്ദ്രൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് പോലീസ് സർജനെ വിളിച്ചു, അത് താങ്കൾക്ക് വേണ്ടിയാണെന്നൊക്കെയുള്ള ആരോപണമുണ്ട്. അതിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോ? ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ചില പരിമിതികളുടെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയാം, എന്നാലും ഇതേക്കുറിച്ചൊരു മറുപടി പറയാം. ഇത്തരമൊരു പരാമർശം കുറ്റപത്രത്തിൽ എവിടെയോ നടന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി പോലീസ് സർജനെ ബന്ധപ്പെടാനോ അദ്ദേഹത്തെ സമീപിക്കുവാനോ അദ്ദേഹത്തിനെ ഫോൺ ചെയ്ത് സ്വാധീനിക്കുവാനോ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിരുന്നില്ല. എനിക്ക് വേണ്ടി ആരെങ്കിലും ബന്ധപ്പെട്ടതായി അന്നത്തെ പോലീസ് സർജൻ ഡോക്ടർ PB ഗുജറാൾ മൊഴി നൽകിയിട്ടുമില്ല. മറിച്ച് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ബന്ധപ്പെട്ടതായി അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ പറയുന്നുണ്ട്. ആ ബന്ധപ്പെട്ടതും സംസാരിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ ജോമോൻ പുത്തമ്പരക്കൽ എന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ ഒരു പരാതി അന്നത്തെ ഉന്നത പോലീസ് അധികാരികൾക്ക് നൽകുകയുണ്ടായി. അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നൽകുകയും അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പരേതനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ്. അദ്ദേഹം അത് അന്വേഷണത്തിന് വേണ്ടി തൃശ്ശൂർ IGക്ക് കൈമാറുകയുണ്ടായിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തിയതെന്നോ അന്വേഷണത്തിൽ വെളിവാക്കപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നോ ഏത് രാഷ്ട്രീയ നേതാവ് എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നോ ഒന്നും അതിൻ്റെ ഒന്നും രേഖകൾ കുറ്റപത്രത്തോടൊപ്പം കാണുന്നില്ല, അതിന്ന് വെളിവാകുന്നില്ല. അത് ദുരൂഹമായി തന്നെ തുടരുന്നു. ഏതായാലും ഒരു കാര്യം വസ്തുതയാണ്, അക്കാലത്ത് ആരോ എന്തിനോ വേണ്ടി പോസ്റ്റ്മോർട്ടം നടത്തിയ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതായാലും എനിക്ക് വേണ്ടിയല്ല. എനിക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ ഇക്കാര്യം ആ സർജൻ തന്നെ വെളിപ്പെടുത്തുകയും അതിൻ്റെ പേരിൽ പുതിയൊരു കേസ് എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി, സർക്കാർ ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാൻ വേണ്ടി ഇദ്ദേഹം മെനക്കെട്ടു എന്നതിൻ്റെ പേരിൽ മറ്റൊരു വകുപ്പ് കൂടി എൻ്റെ പേരിൽ ചാർജ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് എനിക്ക് വേണ്ടിയോ എൻ്റെ താല്പര്യാർത്ഥമോ സംഭവിച്ച കാര്യമല്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഈ കേസ് പഠിച്ചപ്പോൾ CBI അന്വേഷണം ഭയങ്കര വിചിത്രമായി തോന്നി. ആദ്യം ഒരു ടീം അന്വേഷിക്കുന്നു, പിന്നീട് പുനരന്വേഷണം വരുന്നു. അപ്പോൾ അവസാനം അവർ നടത്തിയ കണ്ടെത്തലിലും ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു CBI അന്വേഷണത്തിൻ്റെ പ്രോസസ്സ് ഒന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? വളരെ വിശദമായി പറയാൻ ചില പരിമിതികളുണ്ട്, എന്നാലും വളരെ ചുരുക്കി ഞാൻ അതിനെക്കുറിച്ച് പറയാം. CBI ആദ്യഘട്ടത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചു. അത് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യം സമർപ്പിച്ചു. ആ അന്വേഷണം വേണ്ടത്ര ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതി തന്നെ ആ കുറ്റപത്രം മടക്കി. ആ മടക്കാനിടയായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ,
ഞാൻ നൽകിയ ഒരു ജാമ്യ ഹർജിയുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായി. എൻ്റെ ജാമ്യം അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ്. ആ ഉത്തരവിൽ പ്രസ്തുത ജഡ്ജി, പ്രസ്തുത നീതിപീഠം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഈ കേസ് ഒരു ആത്മഹത്യയെ മാത്രമായിട്ട് ഒതുക്കാൻ കഴിയില്ല. ഇതിൽ ദുരൂഹമായ കുറേ കാര്യങ്ങൾ കിടക്കുന്നു. തീർച്ചയായും ഇതിനകത്തൊരു കൊലപാതക സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൊലപാതകത്തിനുള്ള സാധ്യത, ഈ പരേതനായ ശശീന്ദ്രൻ 2 കുഞ്ഞുങ്ങളും കൊല ചെയ്യപ്പെട്ടിരിക്കാനുള്ള സാധ്യത ധാരാളമായി കാണുന്നു. കേസ് ഡയറി പരിശോധിച്ചതിൽ നിന്നും എനിക്ക് അത്തരത്തിൽ ചില സൂചനകൾ തോന്നുന്നു. അതുകൊണ്ട് നിർബന്ധമായും CBI കൊലപാതകമാണോ അല്ലയോ എന്നുള്ള കാര്യം സൂക്ഷ്മമായും സമഗ്രമായും പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു പരാമർശം എൻ്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയിൽ ഉണ്ടാകേണ്ടായി. സ്വാഭാവികമായി അതിൻ്റെ കൂടെ ഫലമായി മജിസ്ട്രേറ്റ് കോടതി കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യത്തെ കുറ്റപത്രം മടക്കി. അങ്ങനെ വീണ്ടും ആ ഉദ്യോഗസ്ഥൻ്റെ താഴെയുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു കുറ്റപത്രം തയ്യാറാക്കി. രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിച്ച് അത് സെഷൻസ് കോടതിയിലേക്ക് നീങ്ങുന്ന വേളയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ആ കേസ് കമ്മിറ്റ് ചെയ്ത് സെഷൻസ് കോടതിയിലേക്ക് എത്തുന്നു. ഈ ഘട്ടത്തിലാണ് പരേതനായ ശശീന്ദ്രൻ്റെ സഹോദരൻ ഡോക്ടർ വി സനൽകുമാർ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുക. അദ്ദേഹവും ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ, എനിക്ക് പേര് പറയാൻ വലിയ താല്പര്യമില്ല, അദ്ദേഹത്തിന് ഇതുവഴി ഒരു പ്രസിദ്ധി കൂടിയും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹം കൂടി ചേർന്ന് 2 പേരും കൂടി ചേർന്ന് ഒരു ഹർജി ഫയൽ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഹർജിയിൽ പറയുന്നു, ഈ മരണങ്ങൾ കൊലപാതകങ്ങളാണ്, ആത്മഹത്യയല്ല. CBI ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ തുടരന്വേഷണം ആവശ്യമാണ്, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നിർബന്ധമാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിന് ഉത്തരവിടണമെന്ന് പറഞ്ഞു. ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. അങ്ങനെ CBI ഒരു തുടരന്വേഷണം വീണ്ടും നടത്തി. ഡൽഹിയിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനും കേരളത്തിൽ നിന്നുള്ള ഏതാനും ഉദ്യോഗസ്ഥരെല്ലാം കൂടി ചേർന്ന് ഒരു തുടരന്വേഷണം നടത്തി പൂർത്തിയാക്കി മൂന്നാമത്തെ കുറ്റപത്രം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ഈ കുറ്റപത്രത്തെക്കുറിച്ച് ഉള്ള ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റാറ്റസ്. ഇങ്ങനെ ഈ കുറ്റപത്രം അടുത്ത നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടി സെഷൻസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കെ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ വി സനൽകുമാർ വീണ്ടും കോടതിയെ സമീപിക്കുകയും പകർപ്പ് സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പകർപ്പ് സമ്പാദിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഈ തുടരന്വേഷണം ശരിയായില്ല എന്നും ഇത് വാസ്തവത്തിൽ കൊലപാതകം തന്നെയാണെന്നും കൊലപാതകങ്ങളാണെന്നും അതിനു വേണ്ടിയിട്ടുള്ള അത് കണ്ടെത്താനുള്ള അന്വേഷണം വീണ്ടും നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുവാൻ പോകുന്നു എന്നാണ് ഫ്ലവേഴ്സ് ചാനലിൽ അദ്ദേഹം ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട ഒരു അഭിമുഖത്തിലും പത്രങ്ങൾക്ക് നൽകിയ പ്രസിദ്ധീകരണത്തിന് വേണ്ടി നൽകിയുള്ള പത്രക്കുറിപ്പിലൊക്കെ ഞാൻ വായിച്ചെടുത്തതും കേട്ടതും അതാണ്. അതുകൊണ്ട് ഇനി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമോ, ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇനി എന്ത് ഉത്തരവ് പുറപ്പെടുവിക്കും എന്നതൊക്കെ എനിക്ക് പ്രവചിക്കുക സാധ്യമല്ല. അതിൻ്റെ ആ കോടതികളുടെ ഉത്തരവനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടായിരിക്കും. ഈ വിജിലൻസിലെ ചില ഉദ്യോഗസ്ഥർ താങ്കളോട് ശത്രുതാപൂർവ്വം പെരുമാറി എന്ന് പറഞ്ഞു. അതുപോലെ CBIയുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ സമ്മർദ്ദങ്ങൾ ഉണ്ടായോ? ഉദാഹരണമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിശ്വാസ്യതയുള്ളൊരു സംഭവമാണ് ഇപ്പോഴും CBI, നമ്മൾ സിനിമയായിട്ടൊക്കെ ആഘോഷിക്കുന്നത്. പക്ഷേ ഈ കേസിൽ അവർക്ക് പോലും കൃത്യമായി സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഞാൻ ഈ കേസ് പഠിച്ചപ്പോൾ അതിൽ കണ്ടത് ആദ്യം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ അന്വേഷിക്കുന്നു, പിന്നെ അതിനേക്കാളും താഴെ ഉദ്യോഗസ്ഥനെ അന്വേഷിക്കുന്നു. അപ്പോൾ ഈയിടെ ഒരു വാർത്ത വന്നിരുന്നു, ഇനിയിപ്പോൾ അത് CBIയിലെ കോൺസ്റ്റബിളാണ് കേസ് അന്വേഷിക്കാനുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ മാറി മറിയുന്നത് CBIയുടെ തന്നെ ഒരു വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒരു സംഭവമല്ലേ? CBIയുടെ വിശ്വാസ്യതയെക്കുറിച്ച് ഒരു നേരിട്ടുത്തരം
എനിക്ക് പറയാൻ സാധിക്കില്ല എന്ന് അങ്ങേക്ക് മനസ്സിലാവും. സത്യസന്ധമായ ഒരു ഉത്തരം പറയാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് നേരിട്ട് ആ ചോദ്യത്തിന് അങ്ങനെ ഒരു ഉത്തരം പറയുന്നില്ല. അതേസമയം അങ്ങ് പറഞ്ഞത് ശരിയാണ്. CBIയുടെ വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിക്കുകയുണ്ടായി. അഡീഷണൽ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു, SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ മേൽനോട്ടത്തിൽ അന്വേഷിച്ചു, DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു, സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ, പിൽക്കാലത്ത് അദ്ദേഹം DYSP ആയി മാറി, അവരന്വേഷിച്ചു. ഇങ്ങനെയൊക്കെയുള്ള വീണ്ടും DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു. ഇങ്ങനെയൊക്കെയുള്ള തലങ്ങളിലൊക്കെയുള്ള ഉദ്യോഗസ്ഥർ ഈ അന്വേഷണം നടത്തി എന്നുള്ളത് ശരിയാണ്. ഇത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണെന്നും ആദ്യഘട്ടത്തിൽ പ്രതികളായി ചേർക്കപ്പെട്ട 2 പേരെ മാപ്യസാക്ഷികളാക്കുക, അതായത് പരേതനായ ശശീന്ദ്രനെ പീഡിപ്പിച്ചു എന്ന് ആരോപിക്കുന്ന, അല്ലെങ്കിൽ പീഡനം നേരിട്ട് നടത്തി എന്ന് ആരോപിക്കുന്ന 2 ഉദ്യോഗസ്ഥരെ മാപ്പുസാക്ഷികളാക്കി അവരോട് നിങ്ങൾ പോയി പരേതനായ ശശീന്ദ്രനെ പീഡിപ്പിക്കണമെന്ന് ടെലിഫോൺ വഴി ആവശ്യപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്ന രാധാകൃഷ്ണനെ ഒരേ ഒരു പ്രതിയുമാക്കി മാറ്റിയ അന്വേഷക സംഘ തലവനെ എതിരെ നിരവധി പ്രതികൂല കോടതി നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ഉണ്ട്. അത് വസ്തുതയാണ്. വിവിധ കേസന്വേഷണങ്ങളുടെ ഭാഗമായി പ്രസ്തുത അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും കീഴ്ക്കോടതികളും രൂക്ഷമായ പ്രതികൂലമായ നിരീക്ഷണങ്ങൾ, പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ എനിക്കെതിരെയുള്ള കേസന്വേഷണത്തിൻ്റെ മുഖ്യ അന്വേഷകൻ, അല്ലെങ്കിൽ കേസിന് വഴിത്തിരിവുണ്ടാക്കി എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ വഴിതിരിച്ചു വിട്ടു എന്ന് അവകാശപ്പെടുന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ വിമർശനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയനായ ഉദ്യോഗസ്ഥനാണ്. അതെൻ്റെ ദൗർഭാഗ്യം എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും തൽക്കാലം ഞാൻ പറയുന്നത് ശരിയല്ല. ഞാൻ പറയുന്നത് എനിക്ക് ദോഷകരമായി ഭവിക്കും. അതുപോലെ തന്നെ ശശീന്ദ്രന്റെ മരണം കഴിഞ്ഞിട്ട് ഈ വിവാദം അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ടീന മരിച്ചപ്പോഴും ഇതുപോലൊരു വിവാദം ഉണ്ടായി. അതിന് പിറകിലും എന്തെല്ലാമോ ദുരൂഹതകളുണ്ട് എന്ന് പറഞ്ഞിട്ട് പരേതനായ ശശീന്ദ്രന്റെ ഭാര്യ ശശീന്ദ്രന്റെ കുഞ്ഞുങ്ങളുടെ മരണങ്ങൾ ശേഷം ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവരും മരണപ്പെടുകയുണ്ടായി. പത്രദ്വാരയാണ് ഞാനത് മനസ്സിലാക്കിയത്. തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വിവാദങ്ങൾ, അവരെ ഞാൻ കൊല ചെയ്തതാണെന്ന് ഉള്ള രൂപത്തിൽ വാർത്തകളും മാധ്യമ വാർത്തകൾ, പ്രചാരണങ്ങൾ, അതിൻ്റെ സൂത്രധാരത്വം വഹിച്ചുകൊണ്ട് പരേതനായ ശശീന്ദ്രന്റെ സഹോദരൻ ആയിരുന്നു ഏറ്റവും മുന്നിലുണ്ടായിരുന്നത്, ഡോക്ടർ V സനൽകുമാർ. അദ്ദേഹമായിരുന്നു ഇതിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ആള്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥിരം മനുഷ്യാവകാശ പ്രവർത്തകരും, സോക്കാളുടെ മനുഷ്യാവകാശ പ്രവർത്തകരും, ഇവരാണ് ഉണ്ടായിരുന്നത്. അത് സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ ഇത് കേൾക്കുന്നവർക്കും അങ്ങേക്കും കാര്യങ്ങളെ കുറിച്ച് ഒരു ചെറിയ ചിത്രം, മുൻവിധിയില്ലാതെ കേൾക്കുന്നവർക്ക് ഒരു ചെറിയ ചിത്രം കിട്ടും. പരേതയായ ടീനയുടെ വീട്ടിൽ പോകാൻ വേണ്ടി അവരുടെ മരണശേഷം, അവരുടെ മൃതദേഹം ഒടുക്കിയ ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ, പാലക്കാട്ട് നിന്ന് ഒരു പത്രപ്രവർത്തക സംഘം അവരുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റിഗേഷൻ നടത്തണമല്ലോ. അവരെങ്ങനെ മരിച്ചു, ഈ ആരോപണം ശരിയാണോ, ഇതിൻ്റെ നിജസ്ഥിതിയൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സതുദ്ദേശത്തോടു കൂടി ഒരു പത്രപ്രവർത്തക സംഘം പോവുകയാണ്. അവരെ കൊണ്ടുപോകാൻ മുന്നിൽ നിൽക്കുകയാണ് ഡോക്ടർ സനൽകുമാർ. അതായത് അദ്ദേഹത്തിൻ്റെ സഹോദര ഭാര്യയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഇദ്ദേഹം മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹത്തോടൊപ്പം പത്രപ്രവർത്തക സംഘം
കോയമ്പത്തൂർ പോതന്നൂരിലെത്തുകയാണ്. സഹോദര ഭാര്യയുടെ വീട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാനോ അവിടേക്ക് എത്തിച്ചേരാനുള്ള വഴി പറഞ്ഞു കൊടുക്കുവാനോ ആർക്ക് കഴിയുന്നില്ല? ഡോക്ടർ സനൽകുമാറിന് കഴിയുന്നില്ല. സഹോദര ഭാര്യയുടെ വീട്ടിലേക്കുള്ള വഴി അദ്ദേഹത്തിന് അറിയില്ല. ഒടുവിൽ പത്രപ്രവർത്തകർ തന്നെ പല നിലയ്ക്കും അന്വേഷണങ്ങൾ നടത്തി പലരെയും ബന്ധപ്പെട്ട് വീട് കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെല്ലുകയാണ്. അവരുടെ വീട്ടിലേക്ക് ചെന്നു. അവരുടെ അച്ഛനെയും അമ്മയും കണ്ടു. ഇതൊക്കെ പത്രപ്രവർത്തക സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അവരോട് വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ അവരതിൻ്റെ നിജസ്ഥിതി പറഞ്ഞു. പിന്നെ ഞാൻ വായിച്ചത് പത്രപ്രവർത്തക സുഹൃത്തുക്കൾ പറഞ്ഞ് മനസ്സിലാക്കിയത് അവരുടെ രോഗവിവരത്തെക്കുറിച്ച് പറഞ്ഞു, രോഗം മൂർച്ഛിച്ചതിനെ കുറിച്ച് പറഞ്ഞു, മരണം നടന്നു, പിന്നെ ശവശരീരം അവർ ക്രിമേറ്റ് ചെയ്തു, അവർക്ക് ഈ കാര്യത്തിൽ മറ്റാരെയും സംശയമില്ലെന്നും എൻ്റെ മകള് അസുഖം മൂർച്ഛിച്ച് മരണപ്പെട്ടതാണെന്നൊക്കെ അവർ പറഞ്ഞതായിട്ടാണ് വിവരം. ഇദ്ദേഹത്തിന് വീട്ടിനകത്തേക്ക് പോലും കയറ്റിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കൂടെ പോയിട്ടില്ലെങ്കിലും എൻ്റെ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ പറഞ്ഞത് സനൽകുമാറിനെ വീട്ടിനകത്തേക്ക് പോലും പ്രവേശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഞാൻ വിശ്വസിക്കാനുണ്ടായ കാരണം അതുകൂടെ പറയണല്ലോ. പരേതയായ ശ്രീമതി ടീന മൊഴി കൊടുത്തിട്ടുണ്ട്. CBI മുൻപാകെ നൽകിയ ഒരു മൊഴിയിൽ ഈ ഭർത്തൃ സഹോദരനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്. അത് ആ മൊഴിയിൽ നിന്നാണ്. മൊഴിയുടെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് എനിക്കത് ആധികാരികമായിട്ട് പറയാം. അതിൽ പറയുന്നത് ഈ മനുഷ്യൻ ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ കേസുമായിട്ട് മുൻപോട്ട് പോകുന്നതെന്നും എൻ്റെ പുറകെ കൂടിയിരിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനും കൈവശപ്പെടുത്താനുമാണെന്നും ഞങ്ങളുടെ സമ്പത്തിലാണ് ഇയാളുടെ നോട്ടമെന്നും അതുകൊണ്ട് അദ്ദേഹം പറയുന്നതല്ല ശരി, ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ശരി എന്ന തരത്തിൽ CBI മുൻപാകെ പരേതയായ ടീന മൊഴി നൽകുകയും ആ മൊഴിയുടെ പകർപ്പ് കോടതിയിൽ കുറ്റപത്രത്തോടൊപ്പം സമർപ്പിക്കുകയും അതുവഴി എനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 എപ്പിസോഡുകളിൽ നിന്നും താങ്കൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ, പരേതയായ ടീനയുടെ മരണത്തിൽ എനിക്ക് പങ്കുണ്ടെന്നോ അതല്ലെങ്കിൽ സനൽകുമാറിന്റെ ആരോപണങ്ങൾക്ക് എത്ര കണ്ട് വിശ്വാസ്യതയുണ്ടെന്നോ പൊതുജനം മുൻവിധിയില്ലാതെ മനസ്സിലാക്കട്ടെ എന്നത് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. അതുപോലെ തന്നെ ഏതൊരു മനുഷ്യനും വളരെ ഞെട്ടിപ്പിക്കുന്ന വേദനാജനകമായ അനുഭവമാണ് ജയിൽവാസം എന്ന് പറയുന്നത്. അപ്പം താങ്കൾ അതിന് വിധേയനായി. അപ്പം നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത ജയിലിൻ്റെ അകത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ അനുഭവം എങ്ങനെയായിരുന്നു? അത് എങ്ങനെ തരണം ചെയ്തു? ഉദാഹരണമായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന വലിയൊരു പാനിക്കാണല്ലോ, ഒരു കൊലക്കേസിലെ പ്രതി എന്ന രീതിയിൽ മാധ്യമ വേട്ട, ഇതൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്? അതോടൊപ്പം ജയിലിലുണ്ടായ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാൻ പറ്റുമോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. കാരണം നിരപരാധിയായ ഞാൻ കടന്നുപോയ വളരെ ദുരന്തപൂർണമായ ഒരു മാനസികാവസ്ഥയാണത്. ഞാൻ മാത്രമല്ല, എൻ്റെ മുഴുവൻ കുടുംബവും. ഇക്കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എൻ്റെ മുഖപുസ്തക പേജിൽ എഴുതിക്കൊണ്ടിരുന്നു. എൻ്റെ മക്കളുടെ നിർബന്ധത്താലാണ് ഞാൻ അത് സംബന്ധിച്ച എഴുത്ത് പൂർണ്ണമായി നിർത്തിയത്. അതിനെൻ്റെ കുട്ടികൾ ചൂണ്ടിക്കാണിച്ചൊരു കാരണം, പേരമക്കളൊക്കെ ഇന്ന് വളരെ കൊച്ചു കുട്ടികളാണ്. അവർ മുതിർന്ന് വലുതാകുമ്പോൾ ഒരു കാരണവശാലും ഞങ്ങളുടെ പേരമക്കൾ അച്ഛൻ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായി അതിൻ്റെ ഭാഗമായി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു എന്ന് അറിയാൻ ഇടവരരുത് അച്ഛാ. കാരണം അത് നമ്മളെ കുട്ടികളെ വല്ലാതെ വേദനിപ്പിക്കും. അവരുടെ കൺകണ്ട ദൈവമാണ് അച്ഛൻ. അവരുടെ എല്ലാ തരത്തിലുള്ള ആരാധനാമൂർത്തിയാണ് അച്ഛൻ. ഞങ്ങളുടെ അച്ഛനെ കുറിച്ച് പേരമക്കൾക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം പോലും കേൾക്കാൻ ഇടവരരുതേ. അതുകൊണ്ട് അച്ഛൻ ഇനി ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും എവിടെയും പറയുകയോ എഴുതുകയോ ചെയ്യരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന എൻ്റെ മക്കൾ നടത്തിയതിനാൽ ഈ വിഷയത്തിൽ ഞാൻ കൂടുതൽ പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. മാന്യ പ്രേക്ഷകർ എൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണം. ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ പൊതുവായി സമൂഹത്തിന് ഗുണകരമായി അല്ലെങ്കിൽ സമൂഹം അറിയേണ്ടതായ ഒത്തിരി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനില്ലാഞ്ഞിട്ടല്ല. അത് പറയുമ്പോൾ ഈ വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും
വലിച്ചഴക്കപ്പെടുകയാണ്. അത് എൻ്റെ കുട്ടികൾ കാണാൻ ഇടവരരുത്, എൻ്റെ പേരമക്കൾ കാണാൻ ഇടവരരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ തൽക്കാലം എന്ന് മാറി നിൽക്കുന്നത്. താങ്കൾ എന്നോട് ക്ഷമിക്കണം. ഈ ശശീന്ദ്രൻ വധക്കേസിലേക്ക് തന്നെ വന്നാൽ ഈ മാപ്പുസാക്ഷികളായ 2 പേര് ഒരു മുഖ്യ പ്രതികളെ മാപ്പുസാക്ഷിയാണല്ലോ. ഇതൊരു വല്ലാതെ വിചിത്രമായ ഒരു സംഭവമായി എനിക്ക് തോന്നുന്നു. മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ നമ്മൾ പല കേസുകളും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവവും വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് അന്ന് ആരും ചൂണ്ടിക്കാണിച്ചില്ല ഈ ഒരു പോയിന്റ്. എന്താണ് അതിൽ അഭിപ്രായം? ഇപ്പോൾ കോടതിയിൽ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എന്നാലും ചെറിയൊരു സൂചനകളിൽ നൽകിക്കൂടെ ആ കാര്യത്തിൽ? താങ്കൾ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി പൂർണ്ണമായിട്ടും. കത്തിയെടുത്ത് കുത്തിയവൻ അവർ സാക്ഷികളാകുകയും കത്തിയെടുത്ത് കുത്തട എന്ന് പറഞ്ഞവൻ പ്രതിയാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്നാണ് താങ്കൾ ചോദിച്ചതിൻ്റെ പച്ചക്കിളാർത്ഥം. ഞാനും അത് മനസ്സിലാക്കുന്നു. വളരെ വിചിത്രമാണ്, കേട്ടുകേൾവിയില്ലാത്തതാണ്. കുറ്റം തന്നെ എന്താണ്? എനിക്കെതിരെയുള്ള കുറ്റം തന്നെ എന്താണ്? രാധാകൃഷ്ണൻ പറഞ്ഞതിന് പ്രകാരം, രാധാകൃഷ്ണന്റെ താല്പര്യപ്രകാരം, രാധാകൃഷ്ണൻ നിർബന്ധപ്രകാരം, രാധാകൃഷ്ണൻ എങ്ങനെ നിർബന്ധിച്ചു എന്നില്ല, എവിടെ വെച്ച് നിർബന്ധിച്ചു എന്നില്ല, ഏത് മാധ്യമം മുഖേന നിർബന്ധിച്ചു എന്നില്ല, ഏത് കമ്മ്യൂണിക്കേഷൻ സംവിധാനം വഴി നിർബന്ധിച്ചു എന്നില്ല. അതിന് പകരം അത്തരം കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിന്റെ തെളിവുകളില്ല. മറിച്ച് പറയുകയാണ്, രാധാകൃഷ്ണൻ പ്രേരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ശശീന്ദ്രനെ, പരേതനായ ശ്രീ ശശീന്ദ്രനെ ആ 1-ാം ഘട്ടത്തിൽ മുഖ്യപ്രതികളായിരുന്ന 1ഉം 2ഉം പ്രതികൾ, 1ഉം 2ഉം കുറ്റാരോപിതർ പീഡിപ്പിച്ചത്, ദ്രോഹിച്ചത്, ഹരാസ് ചെയ്തത് എന്നൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അപ്പോൾ അവരതിനെ പ്രേരിപ്പിച്ച ഞാൻ മുഖ്യ പ്രതി, ഒരേ ഒരു പ്രതിയും കത്തിയെടുത്ത് കുത്തുകയും അല്ലെങ്കിൽ പീഡിപ്പിക്കുകയും നേരിട്ട് ദ്രോഹിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ മാപ്പുസാക്ഷികളുമായ ഒരു വിചിത്രമായ ഒരു ചിത്രം ഈ കുറ്റപത്രത്തിലുണ്ട്. ഇതുകൊണ്ടൊന്നും ഇതിൻ്റെ വൈചിത്ര്യം അവസാനിച്ചിട്ടില്ല. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ ഒരു വ്യക്തി 61 ദിവസം ജയിലിൽ കിടന്ന ചരിത്രവും രാധാകൃഷ്ണൻ മാത്രം അവകാശപ്പെട്ടതാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് 1 ആഴ്ചയോ 2 ആഴ്ചയോ റിമാൻഡ് കഴിഞ്ഞ് ജയിൽ മോചിതരായ ചരിത്രം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് രാധാകൃഷ്ണൻ മാത്രം 60-61 ദിവസം ജയിൽ കിടക്കേണ്ടി വന്നു? അപ്പോൾ ഒരുപാട് വൈചിത്ര്യങ്ങൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, താങ്കൾ ആ കുറ്റപത്രത്തിലൂടെ കണ്ടുപിടിച്ചാൽ വളരെ വിചിത്രമായ, അവിശ്വസനീയമായ, നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ ഉൾപ്പെട്ട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ടാണ് ആ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതൊക്കെ പുറത്തു വരാൻ ഒരു വിചാരണ അനിവാര്യമാണ്. എത്രയും പെട്ടെന്ന് അത് ആവശ്യമാണ്. അത് എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് കുറ്റവിമുക്ത ആകപ്പെടണേ എന്നാണ് എൻ്റെ ആഗ്രഹം. മാപ്പുസാക്ഷി പ്രതിയെ മാപ്പുസാക്ഷിയാക്കുക, അല്ലെങ്കിൽ പ്രേരണ നടത്തിയവനെ മുഖ്യപ്രതിയാക്കുക, പ്രേരണ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്നവനെ മുഖ്യപ്രതിയാക്കുക, ഇങ്ങനെയൊക്കെ പലതും. ഇതൊക്കെ അധികാരമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിയമവ്യവസ്ഥയോട് യാതൊരു മര്യാദയുമില്ലാതെ സ്വാർത്ഥ താല്പര്യത്തിനോ നിക്ഷിപ്ത താല്പര്യത്തിനോ വേണ്ടി ആർക്കെതിരെയും എന്തും എഴുതി വെക്കുന്ന, ഏത് നിരപരാധിയെയും പ്രതിയാക്കുന്ന ഉദ്യോഗസ്ഥരുള്ളിടത്തോളം കാലം ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കും. അനുഭവിക്കുക മാത്രമേ ഒരു ശരാശരി ഇന്ത്യൻ പൗരന് മാർഗമുള്ളൂ. ഈ ശശീന്ദ്രൻ എങ്ങനെ കൊല്ലപ്പെട്ടതായിരിക്കും, അല്ലെ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്നുള്ളതിന് പല തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, പല രീതിയിലുള്ള അനുമാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ ഒരു ഇത് പ്രകാരം എന്തായിരിക്കും അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുക? പരേതനായ ശ്രീ ശശീന്ദ്രന്റെയും കുഞ്ഞുങ്ങളുടെയും മരണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കഥകൾ പ്രചരിപ്പിക്കുന്നു. അന്വേഷണം കഴിഞ്ഞ ശേഷം, പൂർത്തിയാക്കിയ ശേഷം കുറ്റപത്രത്തിലും അത് സംബന്ധിച്ച് കുറേയേറെ കണ്ടെത്തലുകൾ നമുക്ക് കാണാൻ കഴിയും. ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക മാത്രമേ എനിക്ക് നിർവാഹമുള്ളൂ. അതേക്കുറിച്ച് കൃത്യമായി പറയാൻ, അതൊക്കെ കോടതി പരിശോധിച്ച് കോടതി തീരുമാനത്തിലെത്തേണ്ട
വിചാരണ നടത്തി, സാക്ഷികളെ വിചാരണ ചെയ്ത്, രേഖകൾ പരിശോധിച്ച്, സാഹചര്യ തെളിവുകൾ പരിശോധിച്ച് അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത് നീതിന്യായ പീഠമാണ്. ഞാൻ അത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനത്തിനും തയ്യാറല്ല. കോടതിയും സാക്ഷികളും പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഞാൻ. അതിൽ നിന്ന് ഒരു അനുമാനത്തിന് ഞാൻ തയ്യാറല്ല. അതുവഴി അത് ശരിയാണെന്ന് പറയാനും ഞാൻ തയ്യാറല്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കേണ്ടതും തീർച്ചപ്പെടുത്തേണ്ടതും വിചാരണ കോടതിയാണ്, അല്ലെങ്കിൽ മേൽക്കോടതികളാണ്. ഒരു കൊച്ചു പയ്യന്റെ, അതായത് ഈ സംഭവം നടക്കുമ്പോൾ ചെറുപ്രായത്തിലുള്ള ഒരു പയ്യന്റെ, ഇന്ന് അയാളൊരു IT എഞ്ചിനീയറോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ മറ്റോ ആണ്, ബിടെക് ഒക്കെ കഴിഞ്ഞ്. അയാളുടെ ഒരു മൊഴി ഇതിനകത്തുണ്ട്. അയാൾ എഞ്ചിനീയർ ആയ ശേഷം ഒരു മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ആൻറ്റി വീട്ടിലേക്ക് പോകുമ്പോൾ, അതായത് ശ്രീ ശശീന്ദ്രൻ്റെ പരേതനായ ശശീന്ദ്രൻ്റെ പിന്നെ പരേതയായ ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോൾ ശ്രീ ശശീന്ദ്രനും കുഞ്ഞുങ്ങളും ആ വീട്ടിൽ ജീവനോടെ ഉണ്ടായിരുന്നു, ഞാൻ അവരെ കണ്ടിരുന്നു എന്നാണ് ഈ കുട്ടിയുടെ മൊഴി. ആ മൊഴി തന്നെയാണ് അദ്ദേഹം വളർന്ന് വലുതായി ബിടെക് എഞ്ചിനീയറായി ശേഷവും CBIക്ക് നൽകിയ മൊഴിയിൽ അതേ കാര്യം ആവർത്തിച്ചിട്ടുണ്ട്. ഈ മൊഴിയെക്കുറിച്ച് അന്വേഷക സംഘത്തിലെ അല്ലെങ്കിൽ സാക്ഷികളായി സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. അവർ പറയുന്നത് ഈ കുട്ടിയുടെ മൊഴി വിശ്വസനീയമാണ് എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. അതായത് ഇത് അവിശ്വസിക്കേണ്ട കാര്യമില്ല, ആ മൊഴി വിശ്വസിക്കാവുന്നതാണ് എന്നാണ് അതിനകത്ത് മൊഴിയുള്ളത്. ഇത് കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ച ഒരു രേഖയെ ആധാരമാക്കി, അല്ലെങ്കിൽ ഒരു സാക്ഷി മൊഴിയെ ആധാരമാക്കി ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റ് രണ്ട് കാര്യങ്ങൾ. തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ സനൽകുമാർ നൽകിയ അപേക്ഷയും അതിന്മേലുണ്ടായ വിധിയെയും കുറിച്ചാണ് ഞാൻ പരാമർശിക്കുന്നത്. ആ വിധിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായി ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയുണ്ടായി. കൊലപാതക സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അത് കൃത്യമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ആവശ്യപ്പെട്ട കൂട്ടത്തിൽ പ്രധാനമായി രണ്ട് കാര്യങ്ങൾ കൂടി പറയുണ്ടായി. എങ്ങനെ കൃഷഗാത്രനായ ശ്രീ ശശീന്ദ്രനെ തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ പരസഹായം കൂടാതെ എങ്ങനെ കെട്ടിത്തൂക്കാൻ കഴിഞ്ഞു എന്ന കാര്യം സമഗ്രമായി പരിശോധിക്കണം, സൂക്ഷ്മമായി പരിശോധിക്കണമെന്ന് കോടതി പറഞ്ഞു. കോടതി മറ്റൊന്നുകൂടി പറഞ്ഞു, ഇങ്ങനെ ഓരോ കുഞ്ഞുങ്ങളെ കൊല ചെയ്യാനായി, തൂക്കിക്കൊല്ലാനായി വിളിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ബഹളം വെച്ച് ഓടി മാറിയില്ല? ഒരു കുഞ്ഞിനെ കൊല ചെയ്തപ്പോൾ അടുത്ത കുഞ്ഞെങ്കിലും എന്തുകൊണ്ട് ഈ രംഗത്ത് നിന്ന് ബഹളം കൂട്ടി ഈ മരണഭയത്താൽ ഓടി മാറിയില്ല എന്നൊരു ചോദ്യം കോടതി ഉന്നയിച്ചു. അതും സസൂക്ഷ്മം, സമഗ്രമായി, കൃത്യമായി അന്വേഷണ വിധേയമാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. അങ്ങനെ ഈ ഉത്തരവിന്മേൽ നടത്തിയ തുടരന്വേഷണ റിപ്പോർട്ടിൽ, അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കൈവശമുണ്ട്, കാരണം തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞല്ലോ, അതിൻ്റെ പകർപ്പ് എനിക്ക് തന്നിട്ടുണ്ട്. കുറ്റാരോപി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പകർപ്പ് തന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? ഈ രണ്ട് കാര്യവും കോടതി ചോദിച്ചത് വളരെ ന്യായമാണ്, ശരിയായ ചോദ്യമാണ്. പക്ഷേ ഈ രണ്ട് കാര്യത്തിലും കൃത്യമായ, തൃപ്തികരമായ ഒരു ഉത്തരം ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ തുടരന്വേഷണ റിപ്പോർട്ടിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും നിഗമനത്തിലെത്തി എത്താൻ വേണ്ടിയോ, എന്തെങ്കിലും ആരോപിക്കാൻ വേണ്ടിയോ, എന്തെങ്കിലും സൂചന നൽകുവാൻ വേണ്ടിയോ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞത് കുറ്റപത്രത്തിലെ തുടരന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷിമൊഴികളിലെ ഞാൻ കണ്ട ചില കാര്യങ്ങളെ
അതേപടി ഇവിടെ അവതരിപ്പിച്ചു എന്നല്ലാതെ ഇതിൽ നിന്ന് നിഗമനത്തിലെത്തേണ്ടത് ഞാനല്ല, തീരുമാനത്തിലെത്തേണ്ടത് ഞാനല്ല, തീർപ്പ് കൽപ്പിക്കേണ്ടത് ഞാനല്ല. അത് കൽപ്പിക്കാൻ നീതിന്യായ പീഠം ഇവിടെയുണ്ട്. അത് വിചാരണയ്ക്ക് അപ്പുറം, വിചാരണയ്ക്ക് ശേഷം, ആവശ്യമായ പരിശോധനകൾക്ക് ശേഷം നീതിപീഠം അത് കണ്ടെത്തുമെന്ന് വിശ്വസിക്കാം. ഈ ശശീന്ദ്രന്റെ സഹോദരൻ സനൽകുമാറാണല്ലോ ഇപ്പം മാധ്യമങ്ങളിൽ പല പ്രസ്താവനകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹവുമായി താങ്കൾക്ക് വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ശ്രീ സനൽകുമാർ, ഡോക്ടർ വി സനൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എനിക്ക് നേരിട്ട് പരിചയമില്ല. ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടതായിട്ടും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു ടീമും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇതിലേക്ക് പ്രേരിപ്പിച്ച ടീമിനൊക്കെ നിക്ഷിപ്ത താല്പര്യമുണ്ടെന്ന് വിശ്വസിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നതിനുള്ള ന്യായമായ കാരണങ്ങൾ എൻ്റെ കൈവശമുണ്ട്. അതൊക്കെ അതാത് ഘട്ടങ്ങളിലേ വെളിപ്പെടുത്താൻ പറ്റൂ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഫ്ലവേഴ്സ് ചാനലിൽ ഏതാണ്ട് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഇൻ്റർവ്യൂ പോലത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. പങ്കെടുത്തുകൊണ്ട് അനവധി ആരോപണങ്ങൾ, കുറ്റാരോപണങ്ങൾ എനിക്കേറെ വളരെ ഹീനമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഈ ഭൂമുഖത്തുള്ള സകല പാലക്കാട് ജില്ലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ അരങ്ങേറിയിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും അതിലെ കുറ്റവാളി രാധാകൃഷ്ണനാണ് എന്നുള്ള നിലക്കുള്ള വലിയ തോതിലുള്ള ഒരു ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷെ അതിൻ്റെ മറുഭാഗം കേൾപ്പിക്കാൻ എനിക്ക് മാർഗമില്ല. എന്നോട് ആരും ചോദിച്ചിട്ടില്ല എന്താണ് ഇങ്ങനെയൊക്കെ ആരോപണം, അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ചാനലിലോ അല്ലാതെയോ വേദികളിലോ മറുപടി പറയാമായിരുന്നു. എനിക്ക് ഡോക്ടർ സനൽകുമാറിൻ്റെ ഈ ആരോപണങ്ങളോട് പറയാനുള്ളത്, ഇത്ര കൃത്യമായ തെളിവുകളും രേഖകളും കൈവശമുണ്ടെങ്കിൽ താങ്കൾക്ക് എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷക സംഘങ്ങൾ മുൻപാകെ ഹാജരാക്കി ഞാനെന്ന കുറ്റവാളിയെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിക്കൂടാ? പത്രപ്രസ്താവനകളും പത്രങ്ങളിലുള്ള വ്യാഖ്യാനങ്ങളും കോടതിയിൽ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്ന പെറ്റീഷനുകൾക്കൊക്കെ പുറമേ താങ്കൾ സമീപിക്കുന്ന കോടതികളിൽ തന്നെ താങ്കളുടെ കൈവശമുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കി എത്രയും പെട്ടെന്ന് താങ്കളുടെ ഭാഷയിൽ അതിക്രൂരനായ രാധാകൃഷ്ണനെ അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നടപടികളുമായിട്ട് മുൻപോട്ട് പോയിക്കൂടാ? ഇദ്ദേഹം ഏതെങ്കിലും ഒരു കോടതിയിൽ എന്തെങ്കിലും രേഖ എന്നെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ എനിക്കെതിരായി തെളിവായി ലഭിക്കാവുന്ന, അല്ലെങ്കിൽ എൻ്റെ പേരിൽ ആരോപിക്കുന്ന കുറ്റം തെളിയിക്കുന്ന രൂപത്തിലുള്ള ഒരു രേഖ ഹാജരാക്കിയതായി ഞാൻ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. പെറ്റീഷനുകളുമായി പോകാറുണ്ട് അദ്ദേഹം പതിവായി. പക്ഷേ ഞാൻ ഇന്ന കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ വേണ്ടി ഉള്ള ഒരു സംഭവവും കേട്ടറിവ്, പറഞ്ഞറിവ്, നാട്ടറിവ്, സ്വന്തം സൃഷ്ടി, ഭാവന ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതിന് ഒരുപക്ഷെ അതിൻ്റെ കാരണം ചില സാമ്പത്തിക താല്പര്യങ്ങളായിരിക്കാം. ഞാനല്ല സാമ്പത്തിക താല്പര്യം ആദ്യമായി ഉന്നയിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹോദര ഭാര്യയാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരമൊരു കാര്യം CBI മുൻപാകെ ഉന്നയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം, അദ്ദേഹം സാമ്പത്തികമായി പണം ചെലവഴിച്ച് ഈ കേസുകൾ നടത്തുന്നത് മുഴുവൻ രാധാകൃഷ്ണൻ എന്ന പ്രതിയെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മരണത്തിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിലെ പ്രതികളെ കണ്ടെത്താൻ വേണ്ടി, ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ, അതോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഉള്ളതാണോ എന്നൊക്കെ കാലം പുറത്തു പറയും, കാലം തെളിയിക്കും. അല്ലെങ്കിൽ ഈ കോടതി വ്യവഹാരങ്ങളൊക്കെ അവസാനിക്കുന്ന മുറയ്ക്ക് അതൊക്കെ പൊതുജനം മനസ്സിലാക്കും, അല്ലെങ്കിൽ ബഹുജനം മനസ്സിലാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.